എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ അധ്യായമായ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് ഇയറ ഓഫ് എക്സ്ചേഞ്ചസ്, കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം, അതിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അവസാനം പഠിച്ചു നിർത്തിയത് ഗിൽഡുകളെക്കുറിച്ചാണ്. വ്യാപാരികളുടെ, കച്ചവടക്കാരുടെ, വാണിജ്യക്കാരുടെയൊക്കെ അസോസിയേഷനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ നോക്കൂ, ഈ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ബന്ധം മധ്യകാലഘട്ടത്തിൽ വളരെ ശക്തമായിരുന്നു. There was a strong relations between East and the West during the medieval world. New trade routes were invented. Then, for the benefit of the merchants, guilds, that means association of merchants and traders were established. Moreover, they contributed much to the progress of education, art, literature, science, music, etc. അപ്പോൾ നോക്കൂ, മധ്യകാലഘട്ടത്തിൽ ധാരാളം സംഭാവനകൾ എല്ലാ രംഗത്തും നൽകിയ രാജവംശങ്ങളാൽ അനുഗ്രഹീതമായിരുന്ന ലോകമായിരുന്നു അത്. യൂറോപ്പിൽ മാത്രമല്ല, കിഴക്കൻ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ അന്ന് ഭരിച്ചിരുന്ന രാജാക്കന്മാർ എല്ലാ രംഗവും ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. വിദ്യാഭ്യാസ രംഗത്ത് അവർ ധാരാളം സംഭാവനകൾ നൽകി. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രതിപാദിച്ചതാണ്. യൂറോപ്പിൽ സ്ഥാപിച്ച സർവകലാശാലകൾ, ലൈബ്രറികൾ, അവിടുത്തെ കൈയെഴുത്ത് പ്രതികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആ ഫേമസായ സർവകലാശാലകളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഒപ്പം തന്നെ യൂറോപ്പിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഈ മിഡിൽ ഈസ്റ്റിലും എന്ന് പറയുമ്പോൾ അറബി രാഷ്ട്രങ്ങൾക്കിടയിലും വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, അബ്ബാസിയ, ഉമാവിയ, ഖാലിഫ രാജവംശങ്ങളുടെ ഭരണകാലത്ത് സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയിരുന്നു. അന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു എങ്കിൽ പോലും പിൽക്കാലത്ത് അബ്ബാസിയ, ഉമാവിയ രാജവംശങ്ങൾ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നൽകിയിരുന്നു. ഇജാസ് എന്ന പേരുള്ള ഡിഗ്രി കരസ്ഥമാക്കുന്ന പെൺകുട്ടികൾക്ക് അധ്യാപികമാർ ആകുവാനുള്ള അവസരം വരെ നൽകിയിരുന്നു. അന്ന് സെൻട്രൽ ഏഷ്യയിലെ, മധ്യേഷ്യയിലെ അറിയപ്പെടുന്ന 3 യൂണിവേഴ്സിറ്റികൾ, the 3 eminent universities in Central Asia during the medieval period were, നോക്കണേ, ബാഗ്ദാദ്, ഡമാസ്കസ് ആൻഡ് അൽ അസാർ. ബാഗ്ദാദും ഡമാസ്കസും അൽ അസാറുമൊക്കെ മധ്യകാലഘട്ടത്തിലെ സെൻട്രൽ ഏഷ്യയിലെ അറിയപ്പെടുന്ന സർവകലാശാലയാണ്. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ അറിയപ്പെട്ടിരുന്ന സർവകലാശാലകളെ പോലെ തന്നെ അന്ന് ഫേമസ് ആയിരുന്നു സെൻട്രൽ ഏഷ്യയിലെ ബാഗ്ദാദ്, ഡമാസ്കസ്, അൽ അസാർ സർവകലാശാലകൾ. ഇനി ഈ സർവകലാശാലകൾക്കുപരി, അല്ലെങ്കിൽ ആ മധ്യകാലഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ നൽകിയ സംഭാവനകൾ പോലെ തന്നെ ഫാർ ഈസ്റ്റേൺ കൺട്രീസും ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളും ആ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷന് ശ്രദ്ധ ചെലുത്തിയിരുന്നു. ചൈനയിൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നു. പലതും ഏക അധ്യാപക വിദ്യാലയങ്ങളായിരുന്നു. അപ്പോൾ നോക്കൂ, ചൈനയും ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. ഇന്ത്യയിലാണെങ്കിലോ, ഇനി അതേപോലെ തന്നെ ചൈനയിൽ അന്ന് വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യക്തിഗതമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾക്കുപരി കുടുംബത്തിനും രാഷ്ട്രത്തിനും ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു അവർ ആവിഷ്കരിച്ചിരുന്നത്. നോക്കണേ, ഇൻഡിവിജ്വലായ
ബെനിഫിറ്റിന് വേണ്ടി മാത്രമല്ല, ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഫാമിലി ആൻഡ് ദ നേഷൻ, ദേ ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ ബെനിഫിറ്റ് ഓഫ് ഫാമിലി ആൻഡ് നേഷൻ ആൾസോ. അത്തരത്തിൽ സ്കൂൾ തലങ്ങളെ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു ചൈന പോലുള്ള ഫാർ ഈസ്റ്റേൺ കൺട്രീസ്. അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഗുരുകുല സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, ദർ പ്രൊവൈഡ് ഗുരുകുല സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം ഭാരതത്തിൽ ആരംഭിക്കുന്നത് മധ്യകാലഘട്ടത്തിലല്ല. നിങ്ങൾക്കറിയാം, ഇതിഹാസങ്ങളുടെ കാലം മുതൽക്കേ നമ്മൾ ഇതിഹാസങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ പണ്ട് മുതൽക്കേ, പ്രാചീന കാലം മുതൽക്ക് തന്നെ ഭാരതത്തിലും ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനെ മധ്യകാലഘട്ടത്തിൽ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തി. വിദ്യാർത്ഥികൾ അധ്യാപകൻ്റെ വീട്ടിൽ പോയി ശിക്ഷ അഭ്യസിക്കുന്ന രീതി അന്ന് ഭാരതത്തിലുമുണ്ടായിരുന്നു. വ്യാകരണത്തിനും ഭാഷയ്ക്കും ജ്യോതിഷത്തിനും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഭാരതത്തിലും നിലനിന്നിരുന്നത്. അപ്പോൾ നോക്ക്, ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ബോത്ത് ദ യൂറോപ്യൻ ആസ് വെൽ ആസ് ഈസ്റ്റേൺ കൺട്രീസ് കോൺട്രിബ്യൂട്ടഡ് മച്ച് ടു ദ പ്രോഗ്രസ് ഓഫ് ദി സ്റ്റുഡൻസ്. വിദ്യാഭ്യാസ രംഗം മാത്രമല്ല, ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ദേ കോൺട്രിബ്യൂട്ടഡ് മച്ച്. ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് കോൺട്രിബ്യൂട്ടഡ് മച്ച് ടു ദ പ്രോഗ്രസ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ നോക്കണേ, വിദ്യാഭ്യാസ രംഗം മാത്രമല്ല, എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മാത്രമല്ല ഡെവലപ്പ് ചെയ്ത്, ആർട്ടിനെ, ലിറ്ററേച്ചറിനെ, മ്യൂസിക്കിനെ ഒക്കെ അവരെന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ദ ആർട്ട് ഫോം ഡെവലപ്ഡ് ബൈ the medieval period was a Carolingian style of art. നിങ്ങൾക്കറിയാം കരോലിഞ്ചിയൻ സ്റ്റൈൽ. നമ്മൾ ഈസ്റ്റേൺ റോമൻ എംപയർ പഠിച്ചു. ഷാലിമാൻ, ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഫേമസ് ആയ രാജാവായിരുന്നു ഷാലിമാൻ. ഹി ഡെവലപ്ഡ് എ ന്യൂ സ്റ്റൈൽ ഓഫ് എ ന്യൂ സിസ്റ്റം ദാറ്റ് ഈസ് കാൾഡ് കരോലിഞ്ചിയൻ റിനൈസൻസ്. കരോലിഞ്ചിയൻ റിനൈസൻസ് നമ്മൾ പഠിച്ചത് ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഷാലിമാൻ്റെ ഭരണകാലത്താണ്. നിങ്ങൾ പഠിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നോക്കണേ, ആ കരോലിഞ്ചിയൻ റിനൈസൻസിൻ്റെ ഭാഗമായി, എന്താണ് കരോലിഞ്ചിയൻ റിനൈസൻസ്? 9 ഉം 10 ഉം നൂറ്റാണ്ടുകളിൽ സാഹിത്യത്തിനും ഭാഷയ്ക്കും ശാസ്ത്രത്തിനും ഒക്കെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പുതിയ രീതിയാണ് അന്ന് ആവിഷ്കരിച്ചത്. അതിനെയാണ് കരോലിഞ്ചിയൻ റിനൈസൻസ് എന്ന് പറയുന്നത്. നോക്കണേ, ഏതൊക്കെയാണ്? ഭാഷ, സാഹിത്യം, ശാസ്ത്രം എന്നീ രംഗങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പുരോഗമനം കൈവരിക്കുവാൻ വേണ്ടി ലക്ഷ്യമിട്ട് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് കരോലിഞ്ചിയൻ പ്രസ്ഥാനം. അതിനെ കരോലിഞ്ചിയൻ റിനൈസൻസ് എന്നറിയപ്പെടുന്നു. ആ കരോലിഞ്ചിയൻ റിനൈസൻസിൻ്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്ത കരോലിഞ്ചിയൻ സ്റ്റൈൽ ഓഫ് ആർട്ടാണ് ആ മിഡീവൽ പീരീഡിൽ ഡെവലപ്പ് ചെയ്തത്. ദ ആർട്ട് ഫോം ഡെവലപ്ഡ് ബൈ the rulers or the people of the medieval period was a Carolingian style of art. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡൂംസ്, ആർക്ക് ഷേപ്ഡ് ഡോഴ്സ്, ഹ്യൂജ് പില്ലേഴ്സ് ആൻഡ് മൊസൈക്ക് ഫ്ലോർസ്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അവർ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലെ, അതായത് അന്നത്തെ ഞാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് അവരുടെ ആരാധനാ ആലയങ്ങൾ, അവരുടെ ആരാധന കേന്ദ്രങ്ങൾ, അവരുടെ ആലയങ്ങളിലെ താഴികക്കുടങ്ങളോട് കൂടിയ ആരാധന ആലയങ്ങൾ. പിന്നെയോ ആർച്ച് ഷേപ്ഡ് ഡോഴ്സ്, വലിയ കമാനങ്ങളോട് കൂടിയ ഡോറുകൾ. പിന്നെയോ വലിയ തൂണുകൾ, ഹ്യൂജ് പില്ലേഴ്സ്, വലിയ തൂണുകൾ. പിന്നെയോ മൊസൈക്ക് ഫ്ലോർ, മൊസൈക്ക് പാകിയ തറകൾ. ഇതൊക്കെയാണ് അന്നത്തെ കരോലിഞ്ചിയൻ സ്റ്റൈൽ ഓഫ് ആർട്ടിൻ്റെ പ്രത്യേകത. What are the specialities of Carolingian style of art? ഏതൊക്കെയാണ്? ഡൂംസ്, ആർച്ച് ഷേപ്ഡ് ഡോഴ്സ്, ഹ്യൂജ് പില്ലേഴ്സ് ആൻഡ് മൊസൈക്ക് ഫ്ലോർ. മറക്കില്ലല്ലോ, ഏതൊക്കെയാണ്? ഡൂംസ്, ആർച്ച് ഷേപ്ഡ് ഡോഴ്സ്, ഹ്യൂജ് പില്ലേഴ്സ് ആൻഡ് മൊസൈക്ക് ഫ്ലോർസ് ആർ ദി specialities of the Carolingian style of art which were developed by the rulers of the medieval period. Okay, in this period Western music also got much popularity.
Western music also got much popularity. നോക്കണേ, not only this Carolingian style of art, but Western music also got much popularity during the medieval period. That means the system of music, it was not confined to church. ചർച്ചിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല ആ സംഗീത രീതി. അവർ ആവിഷ്കരിച്ച സംഗീതം ചർച്ചിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല. അതിന് വിവിധങ്ങളായ മുഖങ്ങൾ പിൽക്കാലത്ത് ലഭിച്ചു എന്ന് പറയുമ്പോൾ സെക്കുലാർ സിസ്റ്റം, സെക്കുലാർ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഡെവലപ്പ് ചെയ്തു. ആദ്യകാലത്തേക്ക് മതപരമായ കാര്യങ്ങൾക്ക് മാത്രം അവർ സംഗീതത്തെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് അവർ ഡെവലപ്പ് ചെയ്ത സംഗീതത്തിന് എന്തുണ്ടായി? മതേതര സ്വഭാവം ഉണ്ടായി. സെക്കുലാർ ക്യാരക്ടർ മ്യൂസിക്കിൽ കൊണ്ടുവന്നത് മെഡീവൽ പീരീഡിലെ റൂളേഴ്സാണ്. മറക്കില്ലല്ലോ. അപ്പോൾ ആർട്ട് എന്താണ്? കരോലിഞ്ചിയൻ സ്റ്റൈൽ ഓഫ് ആർട്ടാണ്. ദ ആർട്ട് ഫോം ഡെവലപ്ഡ് ബൈ ദ rulers of the medieval period, both Western and Eastern, are Carolingian style of art. Its specialities were domes, arch-shaped doors, huge pillars, and mosaic floors. Then this Western music also got much popularity during the medieval period. At first, this music was confined in churches, but later it got wide popularity. That means it got secular character. Music got secular character during the medieval period. ആദ്യകാലത്ത് ചർച്ചുകളിൽ മാത്രം സംഗീതത്തെ ഒതുക്കി നിർത്തിയിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് ആ സംഗീതത്തെ അവരെന്ത് ചെയ്തു? കുറേ കൂടെ ഡെവലപ്പ് ചെയ്തു. അതിനെ മതേതര സ്വഭാവത്തോടു കൂടിയ മ്യൂസിക്കാക്കി മാറ്റി. Then in the field of literature also they contributed much. അവർ ധാരാളം സംഭാവന ചെയ്തു. നോക്കണേ, during the medieval period literature also got wide popularity. For example, there lived a number of writers in the Arabian countries, in Europe, and even in India. There lived a number of eminent writers. മധ്യകാലഘട്ടത്തിൽ അറബി രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയിലും ജീവിച്ചിരുന്ന ധാരാളം ഫേമസായ എഴുത്തുകാരുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റായ ആൾക്കാരെ കുറിച്ചാണ് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. പുസ്തകം നോക്കുക, ദ ഇമ്പോർട്ടൻ്റ് അതേഴ്സ് ദെൻ ആൻഡ് ദ ടെക്സ്റ്റ് ബുക്സ് ഓഫ് ദി മെഡീവൽ പീരീഡ്. നോക്കണേ, നോട്ട് ഓൺലി ആർട്ട്, പിന്നെയോ മ്യൂസിക് ആൻഡ് ലിറ്ററേച്ചർ ആൾസോ ഗോട്ട് വൈഡ് പോപ്പുലാരിറ്റി. In the medieval period, there lived a number of eminent writers. For example, in Arabia, there lived Omar Khayyam. He was the author of the Rubaiyat. Rubaiyat എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവായ ഒമർ ഖയ്യാം ജീവിച്ചിരുന്നത് during the medieval period. Then Al-Firdausi, the author of Shahnama. ഷാനാമ എന്ന ഗ്രന്ഥത്തിൻ്റെ ആദറായ അൽ ഫിർദൗസി ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിലാണ്. ഇബിൻ കൽഡൻ another famous writer, he wrote a text called കിതാബ് അൽ ഇദാബ് എന്ന ടെക്സ്റ്റിൻ്റെ ആദറായ ഇബിൻ കൽഡൻ. ഈ മൂന്ന് പേരും ജീവിച്ചിരുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. മിഡിൽ ഈസ്റ്റിൽ ജീവിച്ചിരുന്ന മൂന്ന് ഫേമസായ റൈറ്റേഴ്സാണ് ആരൊക്കെയാ? ഉമർ ഖയ്യാം, അൽ ഫിർദൗസി ആൻഡ് ഇബിൻ കൽഡൻ. ഉമർ ഖയ്യാം ദാദർ ഓഫ് റൂബിയാത്ത്, അൽ ഫിർദൗസി ദാദർ ഓഫ് ഷാനാമ, ഇബിൻ കൽഡൻ ദാദർ ഓഫ് കിതാബ് അൽ ഇദാബ്. Then during this period in Europe there lived an eminent writer, Thomas Aquinas. He was the author of Summa theory. Then Saint Augustine, another famous writer, Saint Augustine, he wrote City of God. Then Peter Abelard, another famous writer was Peter Abelard, the author of
ദ ഡയലോഗ്, ദ ഓതർ ഓഫ് ദി ഡയലോഗ്, ഡയലോഗ് എന്ന ഗ്രന്ഥത്തിൻ്റെ ആദറായ പീറ്റർ അബലാഡ്. ദെൻ കൽഹാണ, ദ ഓതർ ഓഫ് രാജതരംഗിണി, കൽഹാണ ദ ഓതർ ഓഫ് രാജതരംഗിണി, ജയദേവ ദ ഓതർ ഓഫ് ഗീതാ ഗോവിന്ദ. ഈ രണ്ടുപേരും ഇന്ത്യൻസാണ്, ഇന്ത്യൻ റൈറ്റേഴ്സാണ്. മെഡീവൽ വേൾഡിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന രണ്ട് എമിനൻ്റ് റൈറ്റേഴ്സ് ആയിരുന്നു കൽഹാണനും ജയദേവനും. കൽഹാണൻ രാജതരംഗിണിയും ജയദേവൻ ഗീതാ ഗോവിന്ദവും രചിച്ചു. അന്ന് ജീവിച്ചിരുന്ന യൂറോപ്പിലെ എമിനൻ്റായ റൈറ്റേഴ്സാണ് തോമസ് അക്വിനോസ്, ദ ഓതർ ഓഫ് സുമ്മ തിയറി, ദെൻ സെയിൻറ്റ് അഗസ്റ്റിൻ, ദ ഓതർ ഓഫ് സിറ്റി ഓഫ് ഗോഡ്, ആൻഡ് പീറ്റർ അബലാഡ്, ദ ഓതർ ഓഫ് ഡയലോഗ്. അപ്പോൾ നോക്കൂ, എത്ര പേരായി? 8 പേർ. 3 പേർ മിഡിൽ ഈസ്റ്റുകാർ, 3 പേർ എമിനൻ്റായ റൈറ്റേഴ്സാണ്. ഇവിടെ പ്രതിപാദിക്കുന്ന എമിനൻ്റായ റൈറ്റേഴ്സ് 3 മിഡിൽ ഈസ്റ്റുകാർ, 3 യൂറോപ്യൻ റൈറ്റേഴ്സ്, 2 ഇന്ത്യൻ റൈറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ലിറ്ററേച്ചർ ആൾസോ ഗോട്ട് ട്രമൻഡസ് പ്രോഗ്രസ്. Literature also got a tremendous progress during the medieval period. For example, there lived a number of eminent writers. For example, Omar Khayyam, the author of Rubaiyat, Al-Firdausi, the author of Shahnama, then Ibn Khaldun, the author of Kitab al-Idab, then Thomas Aquinas, Summa Theory, then Saint Augustine, the author of City of God, Peter Abelard, the author of Dialogue, then Kalhana, the author of Rajatarangini, and Jayadeva, the author of Gita Govinda. They also lived during the medieval period. Then, in this period, science also witnessed the tremendous progress or remarkable progress. During the medieval period, science also got remarkable progress. എടുത്തു പറയത്തക്ക notable progress, tremendous progress. വളരെ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ കൈവരിച്ചു ശാസ്ത്രലോകം. മെഡീവൽ പീരീഡ്, മെഡീവൽ വേൾഡിൽ യൂറോപ്പിലും പിന്നെയോ സെൻട്രൽ ഏഷ്യയിലും പിന്നെയോ മധ്യേഷ്യയിലും യൂറോപ്പിലും ഫാർ ഈസ്റ്റിലുമൊക്കെ ട്രമൻഡസ് ആയ പ്രോഗ്രസ് നേടി ദ ഫീൽഡ് ഓഫ് സയൻസ്, ശാസ്ത്രരംഗം. ഫോർ എക്സാമ്പിൾ, ഇബിൻ സിന he promoted, Ibn Sina, he was a famous medical scientist and philosopher. The famous medical scientist and philosopher lived during the medieval period ഇവിടെയാണ് in the Middle East. മിഡിൽ ഈസ്റ്റിൽ അന്ന് ജീവിച്ചിരുന്ന ഫേമസ് ആയ മെഡിക്കൽ സയൻറ്റിസ്റ്റും ഫിലോസഫറുമായിരുന്നു ഇബിൻ സിന. ദെൻ ഇബിൻ അൽ ഖാസിം, ദ ഫാദർ ഓഫ് സർജറി. നമ്മൾ സർജറിയുടെ പിതാവ് എന്ന് മധ്യകാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, മധ്യകാലഘട്ട ശാസ്ത്രത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരാണ്? ഇബിൻ അൽ ഖാസിം വാസ് ദി ഫാദർ ഓഫ് സർജറി. ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബിൻ അൽ ഖാസിം ജീവിച്ചിരുന്നത് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ് ഇൻ മിഡിൽ ഈസ്റ്റ്. ദെൻ Al-Biruni, another famous scientist who lived during the medieval period in the Middle East was Al-Biruni. He formulated the basic ideas of geology and anthropology. ജിയോളജിയുടെയും ജിയോളജിയുടെയും നരവംശ ശാസ്ത്രത്തെയും ഫോർമുലേറ്റ് ചെയ്ത, അതിൻ്റെ ബേസിക് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത, ബേസിക് ഐഡിയാസ് രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ആരാ? Al-Biruni. ആരാണ്? Al-Biruni, he formulated the basic ideas of geology and anthropology. Then another famous scientist who gave contributions to medical science was Muhammad al-Razi. Muhammad al-Razi was another famous scientist who contributed much to the progress of medical science. മെഡിക്കൽ സയൻസിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി ശരിക്കും കോൺട്രിബ്യൂഷൻസ് നൽകിയ മറ്റൊരു സയൻറ്റിസ്റ്റ് ആയിരുന്നു മുഹമ്മദ് അൽ റാസി. ദെൻ റോജർ ബേക്കൺ, അനദർ ഫേമസ് സയൻറ്റിസ്റ്റ്, മറ്റൊരു ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ റോജർ ബേക്കൺ. ഹി പേവ്ഡ് ദ വേ ഫോർ ദ ഇൻവെൻഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ്സ്. ഓട്ടോമൊബൈൽസിൻ്റെയും എയർക്രാഫ്റ്റ്സിൻ്റെയും നോക്കണേ, ഹി പേവ്ഡ് ദ വേ ഫോർ ദി ഇൻവെൻഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ്സിൻ്റെയും ഓട്ടോമൊബൈൽസിൻ്റെയും കണ്ടുപിടുത്തത്തിന് വഴിയൊരുക്കിയ വ്യക്തിയായിരുന്നു റോജർ ബേക്കൺ.
റോജർ ബേക്കൺ ആരാണ്? എ സയൻറ്റിസ്റ്റ് ഹു പേവ്ഡ് ദ വേ ഫോർ ദ ഇൻവെൻഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ്സ്. ഓട്ടോമൊബൈൽസിൻ്റെയും എയർക്രാഫ്റ്റ്സിൻ്റെയും ഇൻവെൻഷന് വേണ്ടിയുള്ള വഴിയൊരുക്കിയ കളമൊരുക്കിയ സയൻറ്റിസ്റ്റായിരുന്നു റോജർ ബേക്കൺ. Then next one, the Indian scientist, the most renowned Indian scientist Bhaskara II, he gave notable contributions to astronomy. ഇവിടെ ഭാസ്കര സെക്കൻഡിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഭാസ്കര സെക്കൻഡ് മാത്രമല്ല, ആര്യഭട്ട അല്ലേ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റ് എമിനൻ്റായ സയൻറ്റിസ്റ്റുകളുണ്ട്. ഇവിടെ പ്രതിപാദിക്കുന്നത് ഭാസ്കര സെക്കൻഡിനെ കുറിച്ച് മാത്രമാണ്. ആര്യഭട്ടൻ, ബ്രഹ്മഗുപ്തൻ അല്ലേ, ഇവരെല്ലാം തന്നെ അന്ന് ശാസ്ത്രലോകത്ത് ഗണ്യമായ സംഭാവന ചെയ്ത ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളാണ്. അപ്പോൾ നോക്കണേ, ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ് മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ആൻഡ് ഫാർ ഈസ്റ്റ് എക്സെട്ര ഗേവ് മച്ച് ടു ദ പ്രോഗ്രസ് ഓഫ് സയൻസ്. ഫോർ എക്സാമ്പിൾ, famous medical scientist and philosopher lived during the medieval period. Who lived during the medieval period was Ibn Sina. Ibn Sina was the famous medical scientist and philosopher who lived during the medieval period. Then next one, Ibn al-Qasim, who was considered as the father of surgery, lived during the medieval period. Then Al-Biruni, another famous scientist, formulated the basic ideas of geology and anthropology. Then Muhammad al-Razi, he gave much to the field of medical science, or he gave contributions to medical science. Then Roger Bacon, another famous scientist, paved the way for the invention of geology and who paved the way for the invention of automobiles and aircrafts. Then Bhaskara II, the famous Indian scientist, he gave notable contributions to astronomy, വാനശാസ്ത്രത്തിന് ഗണ്യമായ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു ഭാസ്കര സെക്കൻഡ്. അതേപോലെ തന്നെ മധ്യകാലഘട്ടത്തിൽ ശാസ്ത്രരംഗത്ത് അറേബ്യൻസ് നൽകിയ മറ്റു ചില സംഭാവനകൾ. ദ അതർ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ അറബ്സ് ടു മിഡീവൽ സയൻസ്. മിഡീവൽ പീരീഡിലെ സയൻസിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി ആരബ്സ് നൽകിയ മറ്റ് കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, ദ അറബിക് ന്യൂമറിക്കൽസ് ആൻഡ് സീറോ ഫ്രം ഇന്ത്യ വെയർ പോപ്പുലറൈസ്ഡ് ഇൻ യൂറോപ്പ്. അതായത് സീറോ എന്ന ഡിജിറ്റ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ കണ്ടെത്തിയ, ആര്യഭട്ടൻ കണ്ടെത്തിയ 0 എന്ന അക്കവും, പിന്നെയോ അറബിക് ന്യൂമറിക്കൽസും യൂറോപ്പിലേക്ക് പോപ്പുലറൈസ് ചെയ്ത് പ്രചരിപ്പിച്ചത് അറബികളാണ്. ദ അറബ് ന്യൂമറിക്കൽസ്, അറബിക് ന്യൂമറിക്കൽസ് മീൻസ് സംഖ്യാശാസ്ത്രം. പിന്നെയോ സീറോ എന്ന ഡിജിറ്റ്, മാത്തമാറ്റിക്സിന് സീറോ എന്ന ഡിജിറ്റ് ഇന്ത്യയാണ് സമ്മാനിച്ചത്, ആര്യഭട്ടനാണ് സമ്മാനിച്ചത്. അതും യൂറോപ്പിലേക്ക് പോപ്പുലറൈസ് ചെയ്തു അറബ്സ്. അപ്പോൾ മിഡീവൽ സയൻസിന് അറബ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ദ അറബിക് ന്യൂമറിക്കൽസ് ആൻഡ് സീറോ ഫ്രം ഇന്ത്യ വെയർ പോപ്പുലറൈസ്ഡ് ഇൻ യൂറോപ്പ്. രണ്ട്, കെമിസ്ട്രി വാസ് ഡെവലപ്ഡ് ആസ് എ സയൻസ്. രസതന്ത്രത്തെ ഒരു ശാസ്ത്രമായി ഡെവലപ്പ് ചെയ്ത് അറബികളാണ്. ദ അറബ്സ് വെയർ ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് സബ്ജക്ട്സ് ലൈക്ക് ആൾജിബ്ര ആൻഡ് ഒപ്റ്റിക്സ്. ആൾജിബ്രയും ഒപ്റ്റിക്സും കണ്ടുപിടിച്ചത് അറബികളാണ്. ആൾജിബ്രയും ഒപ്റ്റിക്സും കണ്ടുപിടിച്ചത് അറബികളാണ്. ദെൻ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെലിസ്കോപ്പ് മറ്റ് അവരുടെ സംഭാവനകളാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെലിസ്കോപ്പ്. ദെൻ സ്ട്രീറ്റ് ലൈറ്റ്സ് ഓഫ് ദ സിറ്റീസ് ആൻഡ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് പ്രോഗ്രാം, മെക്കാനിക്കൽ ക്ലോക്ക്, പിന്നെയോ പ്രിൻസിപ്പിൾസ് ഓഫ് ഗിയർ, then surgical instruments, then algebra, alchemy, trigonometry, etc. were the contributions of the Arabs to medieval world. എന്തൊക്കെയാണ് പറയുക? The Arabs were the inventors of the subjects like algebra and optics. ഗണിതശാസ്ത്രത്തിന് ആൾജിബ്രയും ഒപ്റ്റിക്സും സമ്മാനിച്ചത് അറബികളാണ്. The instruments used for making ടെലിസ്കോപ്പ് നിർമ്മിക്കുവാനുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചത് അറബികളാണ്. പിന്നെയോ
സ്ട്രീറ്റ് ലൈറ്റ്സ് ഓഫ് ദ സിറ്റീസ്, പട്ടണങ്ങളിൽ തെരുവ് വിളക്കുകൾ കത്തിക്കുന്ന സമ്പ്രദായം. വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് പ്രോഗ്രാം, അല്ലേ, മലിനജലം നിർമ്മാർജ്ജനം ചെയ്യുന്ന പദ്ധതികൾ, ഇതൊക്കെ ആവിഷ്കരിച്ചത് അറബികളാണ്. ഇതെല്ലാം അറബി രാജ്യങ്ങളിൽ നിന്നാണ് യൂറോപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടത്. അതേപോലെ ദേ ഇൻവെൻറ്റഡ് മെക്കാനിക്കൽ ക്ലോക്ക്, അല്ലേ, അവർ എന്ത് ചെയ്തു, മെക്കാനിക്കൽ ക്ലോക്ക് കണ്ടുപിടിച്ചു. പ്രിൻസിപ്പിൾസ് ഓഫ് ഗിയറിൻ്റെ തത്വം കണ്ടുപിടിച്ചു. സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെയോ ആൾജിബ്രയും ആൽക്കമിയും ട്രിഗ്നോമീട്രിയും എല്ലാം എന്ത് ചെയ്തു, അവർ ഗണിതശാസ്ത്രത്തിന് സമ്മാനിച്ചു. ഇനി ആ കാലഘട്ടത്തിൽ ലൈക്ക് സൗദി അറേബ്യ, like Arabian countries, China also contributed much to the progress of science during the medieval period. For example, gunpowder. Gunpowder was invented by China. Then seismograph, mariner's compass, gunpowderum seismographum mariner's compassum, printing and astrolabe. പ്രിൻറ്റിങ്ങും ആസ്ട്രോലാബ്, എന്തിനാണ് ആസ്ട്രോലാബ്? യൂസ്ഡ് ബൈ ആസ്ട്രോണമേഴ്സ് ആൻഡ് നാവിഗേറ്റേഴ്സ്. ഇതെല്ലാം തന്നെ ആസ്ട്രോണമേഴ്സിനെയും നാവിഗേറ്റേഴ്സിനെയും പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി, വാനശാസ്ത്രത്തെയും നാവികശാസ്ത്രത്തെയും പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി അന്ന് ചൈന നൽകിയ സംഭാവനകളാണ്. ഏതൊക്കെയാണ്? ഗൺ പൗഡർ, സീസ്മോഗ്രാഫ്, മാരിനേഴ്സ് കോമ്പസ്, പ്രിൻറ്റിംഗ് ആൻഡ് ആസ്ട്രോലാബ്, അല്ലേ, യൂസ്ഡ് ബൈ ആസ്ട്രോണമേഴ്സ് ആൻഡ് നാവിഗേറ്റേഴ്സ്. ഇതെല്ലാം തന്നെ ആസ്ട്രോണമേഴ്സും നാവിഗേറ്റേഴ്സും ഉപയോഗിക്കുന്നതാണ്. അവരുടെ കണ്ടുപിടുത്തങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ചൈനയും ആവുന്നത്ര മധ്യകാലഘട്ടത്തിൽ സഹായിച്ചു. അപ്പോൾ നമുക്ക് നമ്മൾ ഈ അറിയുന്ന ശാസ്ത്രരംഗത്തെ പുരോഗതി മുഴുവൻ യൂറോപ്യന്മാരുടെ മാത്രമല്ല, മറിച്ച് അറബികളുടെയും ചൈനയുടെയും അതേപോലെ തന്നെ ഇന്ത്യയുടെയും മറ്റ് ഫാർ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളുടെ ഒക്കെ ആകത്തുകയാണ് ആ കാലഘട്ടത്തിലെ ശാസ്ത്രരംഗത്തെ പുരോഗതി എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. ഇത്രയും നിങ്ങൾ പുസ്തകം ഭംഗിയായി വായിക്കുക. എന്ത് സംശയമുണ്ടെങ്കിലും നമുക്ക് ഇന്ന് രാത്രിയുള്ള സൂം മീറ്റിങ്ങിൽ ചോദിക്കുക. നമസ്കാരം.